ഏതൊരു ചീത്ത സമയത്തിന് ശേഷം നല്ലൊരു സമയം വരുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ IPL സീസണിൽ. ആദ്യ 7 മത്സരങ്ങൾ കഴിയുമ്പോൾ വെറും ഒരു പോയിന്റുമായി പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്ത് നിന്ന് എപ്പോ വേണമെങ്കിലും അടുത്ത കളിയിൽ എലിമിനേറ്റ് ആവാമെന്ന് പറഞ്ഞു നിന്ന കൊൽക്കത്ത ഇന്നലെ മുംബൈയെ തോൽപ്പിച്ചുകൊണ്ട് അടുത്ത കളി ജയിക്കുകയും അടുത്ത കളി ചെന്നൈയും പഞ്ചാബും രാജസ്ഥാനും എങ്ങാനും തോൽക്കുകയും ചെയ്ത പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന 4ാമത്തെ ടീമായി മാറുകയും ചെയ്യും എന്നൊരവസ്ഥ വന്നു ഇരിക്കുകയാണ് ഇപ്പോ. എന്താണ് ഇതിനെ പറയുക? ഇതെന്നെ പറയാ, ഏത് ചീത്ത സമയത്തിന് ശേഷം നല്ലൊരു സമയം വന്നിരിക്കും. കൊൽക്കത്തയുടെ നല്ല സമയമാണ് ഇപ്പൊ. അവസാന 7 മത്സരങ്ങളിൽ 6 മത്സരങ്ങളിൽ വിജയം. ഇതിൽ കൂടുതൽ എന്താണ് ഇനി കൊൽക്കത്തയ്ക്ക് ആഗ്രഹിക്കാനുള്ളത്? അതിമനോഹരമായ ഫോമിലാണ് ഇപ്പൊ കൊൽക്കത്ത കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫിന്നാലൻ ഫോം വീണ്ടെടുത്തിരിക്കുന്നു, ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ ഫോം വീണ്ടെടുത്തിരിക്കുന്നു. അവരെ വെറ്റിനറിയൻ ബാറ്റ്സ്മാൻ മനീഷ് പാണ്ഡെ ഫീൽഡിംഗിൽ അത്യുജ്വല പ്രകടനം, ബാറ്റിംഗിൽ ഇന്നലെ ഫോം ആയിരിക്കുന്നു. പിന്നെ എന്താണ് പറയുക? ഇതാണ് കൊൽക്കത്ത ആഗ്രഹിച്ചിരുന്ന ടീം. എന്തായാലും കൊൽക്കത്ത 1-2 തീരുമാനിച്ചു തന്നെയാണ് ഇപ്പൊ അവസാന മത്സരങ്ങൾ ഇറങ്ങുന്നത്. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അതിന്റെ ഗുണം അവർക്ക് ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു മത്സരമാണ് ഇന്നലെ മുംബൈ തോൽപ്പിച്ച് വമ്പന്മാരെ എല്ലാവരും അട്ടിമറിച്ചുകൊണ്ടാണ് കൊൽക്കത്തയുടെ ഈ ഒരു എൻട്രി. എന്ത് സംഭവിക്കും? ഈ IPL സീസണിലെ 4ാം സ്ഥാനത്തിന് വേണ്ടി 4 ടീമുകൾ ഇപ്പോഴും കട്ടയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്ത, ചെന്നൈ, പഞ്ചാബ്, രാജസ്ഥാൻ. എന്ത് സംഭവിക്കാം? ഞായറാഴ്ച അവസാന മത്സരത്തിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ ആരാണ് ആ 4ാമത്തെ ടീം എന്ന്. അതാണ് IPL ക്വാളിറ്റി, അതാണ് IPL. എനിവേ, കൊൽക്കത്ത ഹാറ്റ്സ് ഓഫ് യു. കാരണം നിങ്ങൾ അത്ര മനോഹരമാണ് ഈ IPL സീസണിൽ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ തിരിച്ചുവരവ്. 1% എന്താ പറയാ, പ്ലേ ഓഫ് ചാൻസിൽ നിന്ന് നിങ്ങൾ എത്തി നിൽക്കുന്നത് 38%. ഇതിൽ നിന്ന് തന്നെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം. എനിവേ, കൊൽക്കത്ത നിങ്ങൾ അടുത്ത കളി വിജയിക്കുക. നമുക്ക് നോക്കാം ആരൊക്കെ ടേബിൾ എന്താ പറയാ 4ാം സ്ഥാനം സ്വന്താക്കും.